ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെല്ല PSC. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും ടെല്ല PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ LD ടൈപ്പിസ്റ്റ് എക്സാമുകൾ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഓൾറെഡി PSC ടൈപ്പിസ്റ്റ് എക്സാമുകളെല്ലാം വിളിച്ചിട്ടുണ്ട്. ഇനി വരും മാസങ്ങളിൽ ടൈപ്പിസ്റ്റ് കമ്പ്യൂട്ടറിന്റെ എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ വരും എന്ന ഒരു അറിയിപ്പും PSCയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഇനിയുള്ള സമയം വളരെ പ്രൊഡക്റ്റീവായിട്ട് പഠിക്കുക എന്നതാണ് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത്. നമ്മൾ ഒരുപാട് പ്രതീക്ഷകളോടാണ് ടൈപ്പിസ്റ്റ് യോഗ്യത നേടിയത്. LD ടൈപ്പിസ്റ്റ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എക്സാംസ് ഒക്കെ എഴുതാൻ പറ്റും എന്ന ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ടൈപ്പിസ്റ്റ് യോഗ്യത നേടിയത്. അപ്പൊ കൃത്യമായിട്ടും ഇനിയുള്ള സമയം പഠിക്കുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ഏക വഴി. അപ്പൊ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ടും അവരുടെ ആ ഒരു പഠനത്തിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു വർക്കൗട്ടിങ് ഉൾപ്പെടുത്തണം. കാരണം നമ്മൾ എത്രമാത്രം പഠിക്കുന്നു എന്നതിനകത്തല്ല, നമ്മൾ പഠിച്ച കാര്യങ്ങളെ PSC എങ്ങനെ ചോദിക്കുന്നു എന്നത് മനസ്സിലാക്കുന്നതിലാണ് നമ്മുടെ പരീക്ഷയിലെ റാങ്ക് നിർണ്ണയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് PSC ഉദ്യോഗാർത്ഥികൾ നിരാശപ്പെടേണ്ട. കാരണം നമുക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ ഉണ്ടാവും. അതായത് ടൈപ്പിസ്റ്റ് നിയമനങ്ങൾ കുറവാണ്, അങ്ങനെയുള്ള നെഗറ്റീവ് കമന്റുകൾ ഉണ്ടാവും. പക്ഷെ നിങ്ങളൊന്ന് നോക്കിയേ, കാരണം ഒന്നല്ല ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ആണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ PSC പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇനിയുള്ള പരീക്ഷകളിൽ ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഒന്ന് ആദ്യം എത്തിപ്പെട്ടാൽ നമുക്ക് ജോലി എന്ന കാര്യം നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ തുടക്കക്കാരാണെങ്കിലും മുൻവർഷങ്ങളിൽ പരീക്ഷ എഴുതിയിട്ടുള്ളവരാണെങ്കിലും കൃത്യമായി പഠിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു വ്യത്യാസം ഒന്നുമില്ലാതെ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റും. ആദ്യത്തെ റാങ്കിലൊക്കെയാണ് വരുന്നതെങ്കിൽ ഒരു കാരണവശാലും ജോലി കിട്ടില്ല എന്ന് ആരും പറയില്ല, നമുക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. അപ്പൊ ഒന്നാമത്തെ റാങ്ക് തന്നെ വേണം എന്ന ആ ഒരു ലക്ഷ്യത്തോടു കൂടി വേണം നിങ്ങൾ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും വന്നാൽ മതി എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്, എനിക്ക് ഒന്നാമത്തെ റാങ്ക് തന്നെ വേണം. അപ്പൊ ഈ ഒരു എയിമോട് കൂടി വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം എന്നതുമാണ് നിങ്ങളെ മനസ്സിലാക്കി തരുന്നത്. അപ്പൊ കൃത്യമായിട്ടും തുടക്കം മുതൽ നമ്മുടെ ക്ലാസ്സിന്റെ അവസാനം വരെ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ നോട്ട് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങളുടെ ഇനിയുള്ള പഠനം, അതായത് ഞാൻ ഇവിടെ തരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമല്ല, നിങ്ങൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും നമ്മൾ ഒരു ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ പഠിക്കുന്നതിനോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു എങ്കിൽ നമുക്ക് ഓർമ്മയില്ലാത്ത കാര്യങ്ങളെ വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യുക എന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതായത് വരാനിരിക്കുന്ന LD ടൈപ്പിസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എക്സാം പ്രിപ്പറേഷൻ നടത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മൈക്രോസോഫ്റ്റ് വേഡ് 2007 ഭാഗത്ത് നിന്ന് നിരവധിയായ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പൊ അതിനുവേണ്ടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട റിലേറ്റഡ് ഫാക്റ്റുമാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ച ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ അതുപോലെ നമ്മൾ എടുത്തിട്ടുള്ളതാണ്, റിലേറ്റഡ് ഫാക്ട് ഉൾപ്പെടുത്തിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കിയേ. ഗട്ടർ മാർജിൻ ഇൻ വേർഡ് മീൻസ്. വേർഡ് ഫോർ മൈക്രോസോഫ്റ്റ് വേഡ്, അതായത് MS വേഡ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മൈക്രോസോഫ്റ്റ് വേഡ് അഥവാ MS വേഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. MS വേഡ് കേട്ടോ, മൈക്രോസോഫ്റ്റ് വേഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം MS വേഡ്. MS വേഡ് എന്താണെന്ന് അറിയാത്തവരായിട്ട് ആരുമില്ല. മൈക്രോസോഫ്റ്റ് വേഡ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ച ഒരു ചോദ്യമാണ്. ഗട്ടർ മാർജിൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ആ MS വേഡിലുണ്ട്. ആ ഗട്ടർ മാർജിൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കിയേ. ഒന്നാമത്തെ ഓപ്ഷൻ, ഓപ്ഷൻ A, മാർജിൻ ദാറ്റ് ഈസ് ആഡഡ് ടു റൈറ്റ് മാർജിൻ വെൻ പ്രിന്റിംഗ്. രണ്ടാമത്തെ ഓപ്ഷൻ, മാർജിൻ ദാറ്റ് ഈസ് ആഡഡ് ടു ദി ലെഫ്റ്റ് മാർജിൻ വെൻ പ്രിന്റിംഗ്. ഓപ്ഷൻ C, മാർജിൻ ദാറ്റ് ഈസ് ആഡഡ് ടു ദി ഔട്ട്സൈഡ് ഓഫ് ദി പേജ് വെൻ പ്രിന്റിംഗ്. ഓപ്ഷൻ D, മാർജിൻ ദാറ്റ് ഈസ് ആഡഡ് ടു ദി ബൈൻഡിംഗ് സൈഡ് ഓഫ് പേജ് വെൻ പ്രിന്റിംഗ്. കണ്ടല്ലോ, ഗട്ടർ മാർജിൻ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ 2 ഓപ്ഷൻസ് ഒക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുമെങ്കിലും ചില ഉദ്യോഗാർത്ഥികൾക്ക് അവിടെ ഒരു ഡൗട്ട് തോന്നാം. ഇവിടെ 4 ഓപ്ഷൻസും ഓൾറെഡി ഞാൻ വായിച്ചു, ഇത്രയും സമയം തന്നു. അറിയാവുന്നവരുണ്ടെങ്കിൽ ഓപ്ഷൻ ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിച്ചിട്ട് നമ്മൾ ആൻസറിലേക്ക് പോവുകയാണ്. ഈ 4 ഓപ്ഷൻസിൽ ഏറ്റവും അല്ലെങ്കിൽ ശരിയായ ഓപ്ഷൻ, അതായത് ഗട്ടർ മാർജിൻ എന്നതിന്റെ ശരിയായ എക്സ്പ്ലനേഷൻ, ഗട്ടർ മാർജിന്റെ ശരിയായ എക്സ്പ്ലനേഷൻ നോക്കിയേ. ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ D ആണ്. ഓപ്ഷൻ D ആണ് ഗട്ടർ മാർജിൻ എന്താണ് എന്നതിന് നൽകിയിരിക്കുന്ന
റൈറ്റ് എക്സ്പ്ലനേഷൻ ഓപ്ഷൻ സിയും ഓപ്ഷൻ ബിയും ഓപ്ഷൻ എയും തെറ്റാണ്. ഒരു ലോജിക്കും ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റുകളാണ് അവിടെ പറയുന്നത്. അതിനുള്ള എക്സ്പ്ലനേഷൻസോ അതിന്റെ കണക്റ്റഡ് ഫാക്ടോ നമുക്ക് നോക്കാനില്ല. ഇപ്പൊ ഗട്ടർ മാർജിൻ എന്നതിന്റെ എന്താണ് എന്നത് നിങ്ങൾക്ക് കിട്ടിക്കാണും. മാർജിൻ ദാറ്റ് ഈസ് ആഡഡ് ടു ദി ബൈൻഡിങ് സൈഡ് ഓഫ് പേജ് വെൻ പ്രിന്റിങ്. മക്കളെ, നമ്മള് MS വേർഡിൽ തയ്യാറാക്കിയ ഒരു ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി തുടങ്ങുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പ്രിന്റ് ഔട്ട് എടുക്കുന്ന പേജസ് ഒരുപാടുണ്ടെങ്കിൽ അത് നമ്മൾ ബൈൻഡ് ചെയ്യാറുണ്ട്, അത് സ്പൈറൽ ബൈൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു ബൈൻഡിങ് പ്രോസസ്സിന് വിധേയമാക്കേണ്ട ഒരു മാറ്റർ ആണ് നമ്മൾ പ്രിന്റ് എടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പ്രിന്റ് എടുക്കുന്ന പേജിൽ ലെഫ്റ്റ് സൈഡിലോ ടോപ്പ് സൈഡിലോ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ട്രാ സ്പേസ് കൊടുത്തിരിക്കണം. കാരണം അങ്ങനെ സ്പേസ് കൊടുത്തില്ല എങ്കിൽ നമ്മൾ പ്രിന്റ് എടുത്ത് സ്പൈറൽ ചെയ്യുന്ന സമയത്ത്, നമ്മൾ പ്രിന്റ് എടുത്ത് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? അക്ഷരങ്ങൾ കൂടി അതിനകത്തായി പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പ്രിന്റ് എടുക്കുന്ന ആ ഡോക്യുമെന്റിന്റെ പ്രോപ്പർ യൂസ് നമുക്ക് കിട്ടില്ല. കാരണം ചില അക്ഷരങ്ങൾ മറഞ്ഞു പോകും, അല്ലെങ്കിൽ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് അതിനുള്ളിലായി പോകും. ഈ ഒരു പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഗട്ടർ മാർജിൻ എന്ന ഒരു എക്സ്ട്രാ സ്പേസ് അവിടെ കൊടുക്കുന്നത്. എങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്തതിന് ശേഷം നമ്മൾ ബൈൻഡിങ് നടത്തിയാലും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ആ മാറ്ററിന് അല്ലെങ്കിൽ ആ ഡോക്യുമെന്റിന് ഉണ്ടാവില്ല. അതാണ് ഗട്ടർ മാർജിൻ എന്ന് പറയുന്നത്. അപ്പം മാർജിൻ ദാറ്റ് ഈസ് ആഡഡ് ടു ദി ബൈൻഡിങ് സൈഡ് ഓഫ് പേജ് വെൻ പ്രിന്റിങ്. പ്രിന്റ് ചെയ്യുന്ന സമയത്ത് മാർജിന് പുറത്തായിട്ട് എന്ത് ചെയ്യുന്നു? ബൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്പേസ് ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗട്ടർ മാർജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എക്സ്ട്രാ പഠിച്ചു വെച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ്, a gutter margin is extra space adding to the side of top. ഒന്നുകിൽ സൈഡിലായിരിക്കും. ഏത് സൈഡിലായിരിക്കും അത് നമ്മൾ പറയും കേട്ടോ. ലെഫ്റ്റ് സൈഡിലായിരിക്കും. അടുത്ത സ്ലൈഡിൽ അത് പറയുന്നുണ്ട്. ഒന്നുകിൽ ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ ടോപ്പിലോ എന്ത് ചെയ്യും? ഡോക്യുമെന്റ് സ്പെസിഫിക്കലി ടു അക്കോമഡേറ്റ് ബൈൻഡിങ്ങിന് വേണ്ടിയുള്ള ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യും? അക്കോമഡേറ്റ് ചെയ്യും. ഈ രീതിയിലൊക്കെ സ്റ്റേറ്റ്മെന്റ് വരാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ നിങ്ങൾ കണ്ട ആ ഒരു പോയിന്റ് എന്ത് ചെയ്തിരിക്കണം? നിങ്ങൾ ഒന്ന് ഈ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞ ഈ പോയിന്റും നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് നോക്കി വെച്ചിരിക്കണം. ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ്, എ ഗട്ടർ മാർജിൻ ഈസ് എക്സ്ട്രാ സ്പേസ് ആഡിങ് ടു ദി സൈഡ്. സൈഡ് മീൻസ് ലെഫ്റ്റ് സൈഡ് ആണ്. ഒരിക്കലും റൈറ്റ് സൈഡിൽ ഗട്ടർ മാർജിന്റെ പൊസിഷൻ വരില്ല, കേട്ടല്ലോ. അല്ലെങ്കിൽ എവിടെയായിരിക്കും? നമ്മുടെ പേജിന്റെ ടോപ്പിലായിരിക്കും, ആ ഡോക്യുമെന്റിന്റെ ടോപ്പിലായിരിക്കും. എല്ലാ പേജിന്റെയും ടോപ്പിലോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോ. സ്പെസിഫിക്കലി ടു അക്കോമഡേറ്റ് ബൈൻഡിങ്ങിന് വേണ്ടിയുള്ള ഒരു എക്സ്ട്രാ ഏരിയ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ തയ്യാറാക്കി വെച്ചിരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന ഗട്ടർ മാർജിൻ എന്ന് പറയുന്നത്. കണ്ടല്ലോ. ഇനി മാർജിൻ എവിടെയാണെന്നൊക്കെ ചോദിക്കും. മാർജിൻ എവിടെയാണ്? പേജ് ലേഔട്ട് ടാബിലാണ് മാർജിൻസ് വരുന്നത്. ഇനി നമ്മൾ ഗട്ടർ മാർജിന്റെ കേസ് പറഞ്ഞല്ലോ, പേജ് സെറ്റപ്പ് ഗ്രൂപ്പിലാണ് വരുന്നത്. ഗട്ടർ പൊസിഷൻ ഞാൻ പറഞ്ഞു, ദാണ്ട് ഇവിടെയാണ് നമ്മൾ ഗട്ടർ പൊസിഷൻ സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു പോർഷനിൽ നിന്നാണ് ഗട്ടർ പൊസിഷൻ സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. ലെഫ്റ്റ്, ടോപ്പ്, ഈ രണ്ട് രീതിയിലായിരിക്കും ഗട്ടർ പൊസിഷൻ വരുന്നത്. നമുക്കതൊന്ന് നോക്കിയിട്ട് വരാം. പേജ് ലേഔട്ട് ടാബാണ്. പേജ് ലേഔട്ട് ടാബില് പേജ് സെറ്റപ്പ് ഗ്രൂപ്പ് എടുക്കുക. ദാണ്ട് ഗട്ടർ പൊസിഷൻ നിങ്ങൾ കാണുന്നുണ്ട്. ദാണ്ട് ഗട്ടർ പൊസിഷൻ ടോപ്പ് ലെഫ്റ്റ്, ഡിഫോൾട്ട് ലെഫ്റ്റ് ആയിരിക്കും. നമുക്കത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം, കേട്ടല്ലോ. ടോപ്പ് ലെഫ്റ്റ്, ടോപ്പിലോ ലെഫ്റ്റിലോ മാത്രമേ ഗട്ടർ പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യൂ. മറ്റൊരിടത്തും ഗട്ടർ പൊസിഷൻ ഇല്ല, കേട്ടോ. പേജ് ലേഔട്ട് ടാബില് പേജ് സെറ്റപ്പ് ഗ്രൂപ്പിനാണ്, അതായത് പേജ് സെറ്റപ്പ് ഗ്രൂപ്പിലെ ഗ്രൂപ്പ് ഡയലോഗ് ബോക്സിലാണ് നമുക്ക് ഗട്ടർ പൊസിഷനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്. അവിടെ നിന്നാണ് ഗട്ടർ പൊസിഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. മറന്നു പോവരുത് കേട്ടോ. യെസ്, പേജ് സെറ്റപ്പ് ഗ്രൂപ്പ് ആ ഒരു പേജ് സെറ്റപ്പ് ഗ്രൂപ്പിൽ നിന്ന് ആ ഗ്രൂപ്പ് ഡയലോഗ് ബോക്സ് ആണ് നമ്മുടെ ഡയലോഗ് ബോക്സ് ലോഞ്ചർ എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു ഏരിയ ആണ് നമ്മളിപ്പോ കണ്ടിട്ടുള്ളത്, കേട്ടോ. കാണുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. പേജ് ലേഔട്ട് ടാബിലാണ് പേജ് മാർജിൻസ് ഓപ്ഷൻ, ഓറിയന്റേഷൻ, സൈസ്, കോളംസ് ഇതൊക്കെ വരുന്നത്, കേട്ടോ. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? ഗ്രൂപ്പ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്തത് എന്ന കാര്യമൊക്കെ നിങ്ങൾ ഓർത്തു വെച്ചിരിക്കണം. ക്ലിയർ? ഇനി
ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്? നാവിഗേറ്റ് ടു പേജ്. അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ടു, ദാണ്ടെ ഈ ഒരു പോർഷനിൽ നിങ്ങൾ ഇപ്പൊ കണ്ടു, പേജ് സെറ്റപ്പ് ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ഗട്ടർ പൊസിഷൻ സെലക്ട് ചെയ്യുന്നത് കണ്ടു, ഗട്ടർ പൊസിഷൻ സെലക്ട് ചെയ്യുന്നത് കണ്ടു. അതിന്റെ സ്റ്റെപ്സ് ആണ്. PSC പരീക്ഷകൾക്ക് അങ്ങനെയും ചോദിക്കാറുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ പേജ്, അതായത് ലേഔട്ട് ടാബ് സെലക്ട് ചെയ്യണം. ലേഔട്ട് ടാബ് സെലക്ട് ചെയ്യണം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. നോക്കിയേ, ലേഔട്ട് ടാബ് കണ്ടോ. ഇപ്പൊ ഓൾറെഡി നമ്മൾ ഡിഫോൾട്ട് ഹോം ടാബ് ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം? പേജ് ലേഔട്ട് ടാബ് സെലക്ട് ചെയ്യണം. അതാണ് നാവിഗേറ്റ് പേജ് ലേഔട്ട് ടാബ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് എന്താ ചെയ്യേണ്ടത്? ക്ലിക്ക് ടു മാർജിൻസ്. ക്ലിക്ക് ടു മാർജിൻസ്. അത് കഴിഞ്ഞിട്ട് കസ്റ്റം മാർജിൻസ്. ക്ലിക്ക് ടു മാർജിൻസ് ആൻഡ് കസ്റ്റം മാർജിൻസ്. ഞാൻ ഈ പറയുന്ന പേജ് സെറ്റപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഗട്ടർ പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഐക്കണിലേക്ക് എത്തുന്ന ആ ഒരു സ്റ്റെപ്സ് ആണ് പറയുന്നത്. ആദ്യം പേജ് ലേഔട്ട് ടാബ്, അതിനുശേഷം എന്താണ്? മാർജിൻസ് ഗ്രൂപ്പ്, കസ്റ്റം മാർജിൻസ്. മാർജിൻസ് ഗ്രൂപ്പിൽ ഇപ്പം ഡിഫോൾട്ട് നോർമൽ ആണ്. അതിൽ കസ്റ്റം മാർജിൻ എടുത്തു കഴിയുമ്പോൾ ഇവിടെയാണ് നമുക്ക് പേജ് സെറ്റപ്പിന്റെ ആ ഒരു ഡയലോഗ് ബോക്സ് വരുന്നത്. ഇത് ഇങ്ങനെയും ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഗ്രൂപ്പ് ഡയലോഗ് ബോക്സിൽ നിന്നും ഓപ്പൺ ചെയ്യുകയും ചെയ്യാം. ഈ രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പം നാവിഗേറ്റ് ടു പേജ് ലേഔട്ട് ടാബ്, ക്ലിക്ക് ടു മാർജിൻ ആൻഡ് സെലക്ട് കസ്റ്റം മാർജിൻ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇൻ ദ ഗട്ടർ ബോക്സ്. അവിടെ ഒരു ഗട്ടർ ബോക്സ് കാണും. ഗട്ടർ ബോക്സ് നമുക്ക് കാണാൻ സാധിക്കും. ഗട്ടർ ബോക്സ് കാണാൻ സാധിക്കും. ആ ഗട്ടർ ബോക്സ് എങ്ങനെയാണ്? ദാണ്ടെ നോക്കിയേ, ഇതാണ് ഗട്ടർ ബോക്സ് എന്ന്, ഗട്ടർ പൊസിഷന്റെ ബോക്സ് എന്ന് പറയുന്നത്. ലെഫ്റ്റ് ആൻഡ് ടോപ്പ് ആണ് അവിടുത്തെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഗട്ടർ പൊസിഷൻ ആക്സസ് ചെയ്യുന്നത്. അത് ലെഫ്റ്റ് അതുപോലെ തന്നെ ടോപ്പ്, ഈ രണ്ട് രീതിയിൽ മാത്രമായിരിക്കും ഉണ്ടാവുക, ലെഫ്റ്റ് ഓർ ടോപ്പ്. മനസ്സിലായല്ലോ? അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അതാണ്ട് ഈ ഒരു സ്റ്റെപ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെച്ചിരിക്കണം. ചിലപ്പോൾ PSC പരീക്ഷകൾക്ക് ഈ സ്റ്റെപ്സിന്റെ ഓർഡർ തെറ്റിച്ച് തന്നിട്ട് അതിനെ ഓർഡറിലേക്ക് മാറ്റാൻ പറയും. ഇപ്പം 1, 2, 3, 4 ഇതാണ് ഇവിടെ ശരിയായ ഉത്തരം. അവർ ചിലപ്പം 2, 1, 3, 4 ഇങ്ങനെയൊക്കെ ആയിരിക്കും തരുന്നത്. കേട്ടല്ലോ? ഓക്കെ ആണല്ലോ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Which of the following setting option contain border and shading dialog box? Which of the following settings, താഴെ പറഞ്ഞിരിക്കുന്ന ഏതൊക്കെ സെറ്റിംഗ്സ് ആണ്, സെറ്റിംഗ്സ് ഓപ്ഷൻസ് ആണ് എവിടെയുള്ളത്? ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിംഗ് ഡയലോഗ് ബോക്സിൽ ഉള്ളത്. ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിംഗ് ഡയലോഗ് ബോക്സിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ഉള്ളത്? അപ്പൊ നമുക്ക് ആ താഴെ തന്നിരിക്കുന്നവ ഏതൊക്കെയാണെന്ന് നോക്കാം. നൺ, പാരഗ്രാഫ്, ബോക്സ്, ഷാഡോ. നൺ, പാരഗ്രാഫ്, ബോക്സ്, ഷാഡോ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 1, 2, 3, ഓപ്ഷൻ സി 1, 3, 4, ഓപ്ഷൻ ഡി ആണ് ഇവിടെ വരുന്നത്. ഓപ്ഷൻ ഡി 1 only. ഏതാണ് ഇവിടെ ശരിയായ ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്? അപ്പം ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. കണ്ടല്ലോ? ശരിയായ ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റിംഗ് ഓപ്ഷൻ കണ്ടെയ്ൻസ് ഇൻ ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിംഗ് ഡയലോഗ് ബോക്സ്. ഈ തന്നിരിക്കുന്നതിനകത്ത് ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിംഗ് ഡയലോഗ് ബോക്സിലുള്ള പ്രധാനപ്പെട്ട ഓപ്ഷൻസ് മാത്രം കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് നോക്കാം. ഓപ്ഷൻ സിയിൽ പറയുന്ന 1, 3, 4, അതായത് 1 ശരിയാണ്, 3 ശരിയാണ്, 4 ശരിയാണ്, 2 തെറ്റാണ് എന്നാ പറയും. ഇതൊക്കെ എവിടുന്ന് വരുന്ന ചോദ്യങ്ങളാണ്? പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ എവിടുന്ന് വരുന്നു, എങ്ങനെ വരുന്നു? അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് നോക്കാം. ഈ ചോദ്യത്തിന്റെ ആൻസറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കേണ്ടതാണ് ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിംഗ് ഡയലോഗ് ബോക്സ് എടുക്കുന്ന സമയത്ത് നൺ, ബോക്സ്, ഷാഡോ, 3D, കസ്റ്റം. ഇവിടെ എവിടെയെങ്കിലും പാരഗ്രാഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇവിടെ എവിടെയെങ്കിലും പാരഗ്രാഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. ഇവിടെ നണ്ണുണ്ട്, ബോക്സ് ഉണ്ട്, ഷാഡോ ഉണ്ട്. ഇതാണ് എന്ത് ഇവിടെ നമ്മൾ കണ്ട ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ. മനസ്സിലായല്ലോ? അതായത് നമ്മളൊരു പേജിന് ബോർഡർ കൊടുക്കുന്നതിന് ഉള്ള ഓപ്ഷൻസ്, അതായത് പേജ് ബോർഡർ ഓപ്ഷൻസ് ആണ് ഇവിടെ പറഞ്ഞത്. നൺ, ബോക്സ്, ഷാഡോ, 3D, കസ്റ്റം. ഇതാണ്. ഇതിനകത്ത് എന്തില്ല? പാരഗ്രാഫ് ഇല്ല. ഇതിനകത്ത് ഉള്ളത് മാത്രമാണ് ചോദിച്ചത്. അപ്പം ഇങ്ങനെ വരുന്ന പോർഷൻസിലുള്ള എല്ലാ പേരുകളെയും നമ്മൾ നന്നായി ശ്രദ്ധിച്ച് വേണം വായിച്ചു പഠിക്കാൻ. ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഉത്തരം അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട വസ്തുത അതാണ്. ക്ലിയർ? ഇനി ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിംഗ് നമ്മൾ നമ്മുടെ MS വേർഡിൽ നിന്ന് എങ്ങനെ ആക്സസ് ചെയ്യുന്നതെന്ന് നോക്കാം. കണ്ടോ?
അതാണ്ടേ നമ്മുടെ പേജ് ലേഔട്ട് ടാബിലെ ബോർഡേഴ്സ്, പേജ് ബോർഡേഴ്സ് ഞാൻ എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്ത സമയത്താണ് ഇവിടെ പേജ് ബോർഡേഴ്സ് വന്നത്. കണ്ടല്ലോ ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് ഗ്രൂപ്പ് ഡയലോഗ് ബോക്സിൽ നിന്നാണ് ഞാനിവിടെ ആക്സസ് ചെയ്തത്. മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? സംശയമില്ല എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഏരിയാസ് ഒക്കെ നമ്മൾ അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കേണ്ടത് കേട്ടോ. പേജ് ലേഔട്ട് ടാബിന്റെ കേസാണ് പറഞ്ഞത്. ഇത് ഹോം ടാബിൽ വന്നാലും നമുക്ക് ഇവിടെ വന്ന് ആക്സസ് ചെയ്യാം കേട്ടോ. ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ്സ് ഈ സെയിം സംഭവം തന്നെയാണ്. നമ്മളിപ്പം നേരത്തെ പേജ് ലേഔട്ട് ടാബിൽ നിന്നാണ് എടുത്തത്. നിങ്ങൾ ശ്രദ്ധിക്കണേ, രണ്ട് രീതിയിൽ ഞാൻ ആക്സസ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു രീതി മാത്രം പറഞ്ഞു തന്നെന്നും പറഞ്ഞ് അത് മാത്രമേ ഉള്ളൂ എന്ന് കരുതരുത്. കാരണം മറ്റ് പല രീതികളിലൂടെയും നമുക്ക് പല ഐക്കൺസിനെയും പല ഓപ്പറേഷൻസിനെയും ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ ആണ്, ഞാനിവിടെ പേജ് ലേഔട്ട് ടാബിൽ നിന്ന് ഞാൻ പേജ് ബോർഡർ ആൻഡ് ഷെയ്ഡിംഗ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ആ പറയുന്ന ഗ്രൂപ്പ് ഡയലോഗ് ബോക്സ് ആക്സസ് ചെയ്തു. അവിടെയും ഈ പറഞ്ഞ സെറ്റിംഗ്സ്, പേജ് ബോർഡർ സെറ്റിംഗ്സ് ഓപ്പറേഷൻസ് കണ്ടു. നമ്മൾ പറഞ്ഞു നണ്ണ്, ബോക്സ്, ഷാഡോ, 3D കസ്റ്റംസ്. ഇത് ഞാൻ ആക്സസ് ചെയ്യുന്നത് പേജ് ലേഔട്ട് ടാബിൽ നിന്നല്ല, ഹോം ടാബിലെ പാരഗ്രാഫ് ഗ്രൂപ്പിലെ ദാണ്ട നോക്കിയേ ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ്സ്. ഇവിടെ നിന്ന് എനിക്ക് ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ്സ് ആ വരുന്ന ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിന്റെ ഏറ്റവും എൻഡിൽ കിടക്കുന്ന ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ്സ് ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ രണ്ട് രീതിയിലാണ് ഞാൻ ആക്സസ് ചെയ്തത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ? യെസ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പം 1, 2 ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഓപ്പറേഷൻസിന്റെ പ്രാക്ടിക്കൽ രീതികൾ എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടു. മൂന്നാമത്തെ ചോദ്യം, when the same word is using in multiple location or a word is used that was not quite appropriate, a thesaurus can be used to look up a dash or word similar meaning. അപ്പൊ thesaurus എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്ന അതൊന്നുമല്ല. when the same word, നമ്മൾ ഒരു സെയിം വേർഡ് ഈസ് യൂസ്ഡ് ടു മൾട്ടിപ്പിൾ ലൊക്കേഷൻസ്, ഒരു ഒറ്റ വേർഡിനെ നമ്മൾ പല ലൊക്കേഷൻസിലേക്ക് എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. ഓർ വേർഡ് ഈസ് യൂസ്ഡ് ദാറ്റ് വാസ് നോട്ട് ക്വൈറ്റ് അപ്രോപ്രിയേറ്റ്, എ തെസറസ് ക്യാൻ ബി യൂസ്ഡ് ടു ലുക്ക് അപ്പ്. തെസറസ് എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റിയിലൂടെ നമുക്ക് ആ വേർഡിനെ എന്ത് ചെയ്യാം, സിമിലർ മീനിങ്ങിലെ വേർഡിനെ ആക്സസ് ചെയ്യാം. ലുക്കപ്പ് ഡാഷ് ഓർ വേർഡ് സിമിലർ മീനിങ്, അതിന് പറയുന്നത് എന്താണ്, സിമിലർ മീനിങ്ങിലുള്ള വേർഡിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ സിനോണിംസ്, ഓപ്ഷൻ ബി ഹോമോണിംസ്, ഓപ്ഷൻ സി ആന്റോണിംസ്, ഓപ്ഷൻ ഡി മാക്രോണിംസ്. ഇതും PSC യുടെ ഒരു ചോദ്യമായിരുന്നു. വളരെ സിമ്പിൾ ഒരു ചോദ്യമായിരുന്നു. പക്ഷെ ഉദ്യോഗാർത്ഥികൾക്ക് ഇത്രയും വലിയൊരു ചോദ്യം കാണുമ്പോഴത്തേക്കും ഒരു കൺഫ്യൂഷൻ വരും. ഞാനിവിടെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പോർഷൻ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. വെൻ ദ സെയിം വേർഡ് ആണ്, ഇംഗ്ലീഷിലൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. സെയിം വേർഡ് ആവുമ്പോൾ അത് എന്തായിരിക്കും? ഓപ്ഷൻ എ സിനോണിംസ് ആയിരിക്കും. അപ്പം അവിടെ സിനോണിംസുമായിട്ട് ബന്ധപ്പെട്ടതാണ് തെസറസ്. അതായത് സിനോണിംസിന്റെ ആ ഒരു ആക്സസിങ് ടൈമിൽ നമ്മൾ ഒരു ഐക്കൺ യൂസ് ചെയ്യും, അതാണ് തെസറസ്. ഓക്കെ ആണല്ലോ? ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എ സിനോണിം ഈസ് എ വേർഡ് ദാറ്റ് ഹാസ് ദ സെയിം ഓർ നിയർലി ദ സെയിം മീനിങ് ആസ് അനദർ. സിനോണിംസ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിന്റെ സെയിം മീനിങ്ങിൽ വരുന്ന മറ്റു വേർഡുകൾ. വേർഡ് ഇൻ ദ സെയിം ലാംഗ്വേജ് തെസറസ് ആർ സ്പെസിഫിക്കലി designed to help find alternative word to avoid repetition or to find more precious term. ഓക്കെ ആണല്ലോ? അപ്പം സിനോണിംസ് എന്ന് പറഞ്ഞാൽ സെയിം വേർഡ് മീനിങ് കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ളതിനെ പറയുന്ന പേരാണ് തെസറസ് എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റിയിലൂടെയാണ് നമ്മൾ അതിനെ ആക്സസ് ചെയ്യുന്നത്. ഇനി ബാക്കി 3 ഓപ്ഷൻസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിവിടെ പറയേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ചിലപ്പം നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാമുകൾക്കായിരിക്കും പ്രയോജനം ചെയ്യുന്നത്. പക്ഷെ എങ്കിലും നമുക്ക് പറയാതെ പോകാൻ വയ്യ. ഹോമോണിംസ് എന്താണ്? എ വേർഡ് ദാറ്റ് ഈസ് സ്പെൽഡ് ഓർ പ്രൊനൗൺസ്ഡ് ദ സെയിം ആസ് അനദർ ബട്ട് ഹാസ് ഡിഫറെന്റ് മീനിങ്. അതായത് ഉച്ചരിക്കുന്ന സമയത്ത് സെയിം ആയിട്ട് തോന്നും, പക്ഷെ അതിന്റെ മീനിങ് മറ്റെന്തോ ആയിരിക്കും. നോക്കിയേ, എക്സാമ്പിൾ ബാറ്റ്, ദ ആനിമൽ. ബാറ്റ് ഈസ് യൂസ്ഡ് ഇൻ സ്പോർട്സ്. ബാറ്റ് ആനിമലായിട്ട് യൂസ് ചെയ്യും, അതുപോലെ തന്നെ സ്പോർട്സിലും നമ്മൾ യൂസ് ചെയ്യും. അത്രേ ഉള്ളൂ. ഇനി ആന്റോണിംസ്, എ വേർഡ് വിത്ത് ദ ഓപ്പോസിറ്റ് മീനിങ്. ആന്റോണിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എതിർ പദങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മാട്രോണിംസ്, എന്താ മാട്രോണിംസ് എന്ന് പറഞ്ഞാൽ? മാട്രോണിംസ് എന്ന് പറഞ്ഞാൽ എ നെയിം ഡിറൈവ്ഡ് ഫ്രം ദ നെയിം ഓഫ് എ മദർ ഓർ ഫീമെയിൽ ആൻസെസ്റ്റേഴ്സ്. അതായത് സ്ത്രീകളിൽ നിന്നോ അല്ലെങ്കിൽ അമ്മയിൽ നിന്നോ വരുന്ന, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന പേരുകളെയാണ് നമ്മൾ മാട്രോണിംസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ?
ക്ലിയർ ആണല്ലോ? തെസറസ് ഓർത്ത് വെച്ചിരിക്കണേ. നമ്മുടെ മീനിങ്, വേർഡ് മീനിങ്, അതായത് സിനോണിംസ് ആന്റോണിംസുമായി ബന്ധപ്പെട്ടതാണ് തെസറസ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തതിലേക്ക് പോകാം. ദ കീ F12 ഓപ്പൺസ് എ. കീ F12 പ്രസ് ചെയ്താൽ എന്താണ് ഓപ്പൺ ആവുന്നത്? കീ F12 പ്രസ് ചെയ്താൽ എന്താണ് ഓപ്പൺ ആവുന്നത്? ഓപ്പൺ ഡയലോഗ് ബോക്സ്, സേവ് ആസ് ഡയലോഗ് ബോക്സ്, സേവ് ഡയലോഗ് ബോക്സ്, ക്ലോസ് ഡയലോഗ് ബോക്സ്. ഇതിന്റെയും ഉത്തരം കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ആൻസറിലേക്ക് നമുക്ക് പോവാം. ഓപ്ഷൻ ബി, സേവ് ആസ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയാണ് F12 എന്ന ഫംഗ്ഷൻ കീ യൂസ് ചെയ്യുന്നത്. F12 എന്ന ഫംഗ്ഷൻ കീ യൂസ് ചെയ്യുന്നത് സേവ് ആസ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയാണ്. നോക്കിയേ, ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ് ആൻഡ് മെനി അതർ ഓഫീസ് ആപ്ലിക്കേഷൻസ്, അതായത് MS വേർഡ്, എക്സൽ, പവർ പോയിന്റ്, അവിടെയല്ല പ്രസിംഗ് F12 key is standard shortcut to quickly open the save as window. Save as window quickly open ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കീ ആണ് ഇത്. ഇനി F1 യൂസ് ചെയ്യുന്നത് ഓപ്പൺ ഹെൽപ്പ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഹെൽപ്പ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയാണ്. കൺട്രോൾ F1 ഹിഡൻ റിബൺ ഇൻ റൂളർ, അതായത് നമ്മുടെ റൂളർ, അതായത് MS വേർഡില് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്, MS വേർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് കൺട്രോൾ F1 പ്രസ് ചെയ്യുകയാണെങ്കിൽ റിബൺ എന്ത് ചെയ്യും? ഹിഡൻ ആവും, ഹൈഡ് ചെയ്യപ്പെടും. മീൻസ് റിബൺ അവിടെ നിന്ന് ഇല്ലാതെയാവും. കൺട്രോൾ F1, ദാ ഇവിടെ നോക്കിയ നിങ്ങൾ, കൺട്രോൾ F1 പ്രസ് ചെയ്തു, കണ്ടോ? റിബൺ ഹൈഡ് ആയല്ലോ, കണ്ടോ? വീണ്ടും കൺട്രോൾ F1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത് ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. F4 റിപ്പീറ്റ് ദ ലാസ്റ്റ് ആക്ഷൻ റിപ്പീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ, ഫങ്ഷണൽ കീ ആണ് F4. ഇനി F5 ഓപ്പൺ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഡയലോഗ് ബോക്സ്. ഇനി F7 സ്പെൽ ചെക്ക് ആൻഡ് ഗ്രാമർ ചെക്ക്. സ്പെൽ ചെക്കിനും ഗ്രാമർ ചെക്കിനും ഉപയോഗിക്കുന്നത് F7 ആണ്. F8 എക്സ്റ്റെൻഡ് എ സെലക്ഷൻ, ഒരു സെലക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി, ഓൾറെഡി ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പോർഷനിലെ സെലക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏത്? ഈ പറഞ്ഞ നമ്മുടെ F8 കീ. നമുക്കതൊന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ ഞാനിപ്പം ഇവിടെ ഇൻസർട്ട് എന്ന് പറയുന്നത് സെലക്ട് ചെയ്തു. ഇനി ഞാൻ F8 കീ പ്രസ് ചെയ്താൽ കണ്ടോ? ഞാൻ F8 കീ ഇവിടെ കീബോർഡിൽ പ്രസ് ചെയ്തു. ആ സെലക്ഷൻ, ആ സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു? F8 കീ പ്രസ് ചെയ്ത സമയത്ത് എക്സ്റ്റെൻഡ് ചെയ്തു. കേട്ടോ? ഓക്കെ, സിംഗിൾ ക്ലിക്ക് മതി. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം നമ്മുടെ ഇനിയുള്ള പരീക്ഷകളുടെ ചോദ്യമാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, when we insert a table we go to the following tabs. നമ്മളൊരു ടേബിൾ നമ്മുടെ ഡോക്യുമെന്റിലേക്ക് ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ തന്നിരിക്കുന്ന ഏതൊക്കെ ടാബുകളായിരിക്കും അതിനോടനുബന്ധിച്ച് വരാൻ സാധ്യതയുള്ളത്? ഓക്കെ, ടാബുകളുടെ പേര് ഞാൻ പറയുന്നു. 1 ഡിസൈൻ, 2 ലേഔട്ട്, 3 ഫോർമാറ്റ്, 4 ടേബിൾ. ഇനി ഇതല്ല നമ്മുടെ ഓപ്ഷൻ ദാ വരുന്നു. ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 2 only, ഓപ്ഷൻ സി 1 and 2, ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 1 2 3, 1 and 2 and 3. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഇതിലേതായിരിക്കും ശരി ഉത്തരം? അതായത് നിങ്ങൾ ഒരു ടേബിള് എങ്ങോട്ടേക്ക് ഇൻസർട്ട് ചെയ്യണം? നമ്മുടെ വേർഡ് ഡോക്യുമെന്റിലേക്ക് ഇൻസർട്ട് ചെയ്യണം. നമുക്കൊന്ന് ഇൻസർട്ട് ചെയ്ത് നോക്കിയിട്ട് വരാം. അതുകൊണ്ട് ഇവിടെ ഞാൻ കൊണ്ടുവച്ചു. അതിനുശേഷം ഇവിടെ ന്യൂ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് ഇൻസർട്ട് ടേബിള്, ഞാൻ ടേബിൾ ഇൻസർട്ട് ചെയ്തു. കണ്ടോ? ടേബിൾ ടൂൾ എന്നും പറഞ്ഞ് ദാ പുതിയ 2 ടൂളുകൾ ദാ ഈ മുകളിൽ വന്നിരിക്കുന്നു. നേരത്തെ അതില്ലായിരുന്നു. ഏതൊക്കെയാണ്? ഡിസൈൻ ആൻഡ് ലേഔട്ട്. ഇനി നമുക്ക് പോവാം. നോക്കാം. ഡിസൈൻ ലേഔട്ട് ഇതാണ്ട് ഓപ്ഷൻ സിയിൽ പറയുന്നു 1 ഉം 2 ഉം. ശരിയാണോ? നമുക്ക് നോക്കിയാലോ ശരിയാണോ എന്ന്. ഓപ്ഷൻ സി 1 ഉം 2 ഉം ശരിയാണ്. ഓപ്ഷൻ സി 1 ഉം 2 ഉം ശരിയാണ്.
അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് ഏരിയയിൽ നിന്നാണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലായി. നോക്കിയേ, കണ്ടല്ലോ, ഞാൻ നേരത്തെ നിങ്ങളെ സ്ക്രീനിൽ കാണിച്ചതാണിത്. നോക്കിയേ, ടേബിൾ ടൂൾസ് ആയിട്ടുള്ള 2 ടൂളുകൾ. ഈ ടൂളുകളെ വിളിക്കുന്ന പേരാണ് കോണ്ടെക്സ്റ്റുവൽ ടാബ്സ്. കോണ്ടെക്സ്റ്റുവൽ ടാബ്സ്. വെൻ വി സെലക്ട് ടേബിൾ, നമ്മൾ ടേബിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 കോണ്ടെക്സ്റ്റുവൽ ടാബ്സ് അപ്പിയർ ഓൺ ദി റിബൺ പാർട്ട്. റിബൺ പാർട്ടിൽ പുതിയ 2 കോണ്ടെക്സ്റ്റുവൽ ടാബുകൾ അപ്പിയർ ചെയ്യും. ഏതൊക്കെയാണവ? ദേ ആർ ടേബിൾ ഡിസൈൻ ടാബ്, അതായത് ടേബിൾ ഡിസൈൻ ടാബ് ആൻഡ് ലേഔട്ട് ടാബ്. ഡിസൈൻ ടാബ്, ലേഔട്ട് ടാബ്. ടേബിൾ ടൂൾസ്. കണ്ടല്ലോ. Contextual tabs in MS Word 2007 are special or temporary tabs that appears on the ribbon only when you selecting specific object on work on a particular task like editing and image or a table. മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഒരു പർട്ടിക്കുലർ പർപ്പസ് ചെയ്യുന്ന സമയത്ത് മാത്രം അഡീഷണലി അവൈലബിൾ ആവുന്ന ടാബുകളാണ് കോണ്ടെക്സ്റ്റുവൽ ടാബുകൾ. ടേബിൾ ഇൻസർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമേജ് അല്ലെങ്കിൽ എഡിറ്റിംഗ് അങ്ങനെയുള്ള സമയങ്ങളിലായിരിക്കും ഈ ഒരു കോണ്ടെക്സ്റ്റുവൽ ടാബുകളെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അല്ലാത്ത സമയങ്ങളിൽ ഈ കോണ്ടെക്സ്റ്റുവൽ ടാബുകൾ അല്ലാതെയുള്ള 7 ടാബുകൾ മാത്രമായിരിക്കും നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നമുക്ക് 6ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 6ാമത്തെ ചോദ്യം നിങ്ങൾ എല്ലാവരും കാണുന്നു. ടാബ് സ്റ്റോപ്പ് പൊസിഷൻ cannot be the following alignments. ടാബ് സ്റ്റോപ്പ് പൊസിഷൻ താഴെ തന്നിരിക്കുന്നവയിൽ അല്ലാത്തത്. ഡെസിമൽ അലൈൻമെന്റ്, സെന്റർ അലൈൻമെന്റ്, ബാർ അലൈൻമെന്റ്, ജസ്റ്റിഫൈ അലൈൻമെന്റ്. ടാബ് സ്റ്റോപ്പ് പൊസിഷൻ cannot be the following alignment. ടാബ് സ്റ്റോപ്പ് പൊസിഷൻ അലൈൻമെന്റിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ ഡി, ജസ്റ്റിഫൈ അലൈൻമെന്റ് ആണ് അവിടെ വരാത്തത്. നിങ്ങൾ നോക്കിയേ, ഡെസിമൽ അലൈൻമെന്റ് വരും, സെന്റർ അലൈൻമെന്റ് വരും, ബാർ അലൈൻമെന്റ് വരും. ജസ്റ്റിഫൈ എന്ന് പറയുന്ന ഒരു അലൈൻമെന്റ് വരുത്തില്ല. അത് പാരഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ്. അത് പാരഗ്രാഫ് അലൈൻമെന്റിൽ വരുന്നതാണ് ജസ്റ്റിഫൈ അലൈൻമെന്റ്. അതുകൊണ്ട് അത് ഇവിടെ എന്തല്ല, യോജിക്കുന്നില്ല. നമുക്കിനി നോക്കാം. In word processors like Microsoft Word, tab stop allow you to align text in specific ways, but justify is a paragraph layer formatting option. ഇതാണ് നിങ്ങൾ നോക്കി വെക്കേണ്ടത്. ജസ്റ്റിഫൈ എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫ് ലെവൽ ഫോർമാറ്റിംഗ് ഓപ്ഷൻ ആണ്. പാരഗ്രാഫ് ലെവൽ ഫോർമാറ്റിംഗ് ഓപ്ഷൻ ആണ്. അപ്പം ഇൻ MS Word processors like Microsoft Word, tab stop allow you to align text specific way, but justify is paragraph level formatting option. ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതിന് മാത്രം നിങ്ങൾ ഇമ്പോർട്ടന്റ് കൊടുത്താൽ മതി കേട്ടോ. ഇനി നോക്കിയേ, സ്റ്റാൻഡേർഡ് ടാബ് സ്റ്റോപ്പ് അലൈൻമെന്റ്. പ്രധാനമായിട്ടും നമുക്ക് പഠിക്കേണ്ട ടാബ് സ്റ്റോപ്പ് അലൈൻമെന്റ് ലെഫ്റ്റ്, സെന്റർ, റൈറ്റ്, ഡെസിമല്, ബാർ. ലെഫ്റ്റ്, സെന്റർ, റൈറ്റ്, ഡെസിമല്, ബാർ. ലെഫ്റ്റ്, ടെക്സ്റ്റ് സ്റ്റാർട്ട് അറ്റ് ദ ടാബ് സ്റ്റോപ്പ്. ടെക്സ്റ്റ് സ്റ്റാർട്ട്സ് അറ്റ് ദ ടാബ് സ്റ്റോപ്പ്. ടെക്സ്റ്റ് ഈസ് സെന്റേർഡ് ഓൺ ദി ടാബ് സ്റ്റോപ്പ്. സെന്റർ എന്ന് പറഞ്ഞാൽ, റൈറ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് എൻഡ്സ് അറ്റ് ദി ടാബ് സ്റ്റോപ്പ്. ഡെസിമൽ, അലൈൻ നമ്പേഴ്സ് അറൌണ്ട് എ ഡെസിമൽ പോയിന്റ്. ബാർ, ഇൻസർട്ട് എ വെർട്ടിക്കൽ ബാർ അറ്റ് ദ ടോപ്പ് പൊസിഷൻ, ഡസ് നോട്ട് പൊസിഷൻ ടെക്സ്റ്റ്. ഇനി നോക്കിയേ, ഇവിടെ നിങ്ങൾ നോക്കിയേ, പാരഗ്രാഫ് അലൈൻമെന്റ്സിനകത്ത് താണ്ട ഇപ്പൊ കണ്ട നമ്മൾ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് ജസ്റ്റിഫൈ ഉണ്ട്. എന്നാൽ ടാബിൽ നോക്കിയേ, ലെഫ്റ്റ്, സെന്റർ, റൈറ്റ്, ഡെസിമല്, ബാർ. ഈ 5 എണ്ണം അല്ലയോ നമ്മൾ ഇവിടെ പഠിച്ചത്. 1 2 3 4 5. 1 2 3 4 5. ഇവിടെ ഒരിടത്തും നമ്മൾ എന്ത് കണ്ടിട്ടില്ല മക്കളെ? ഇവിടെ ഒരിടത്തും നിങ്ങൾ എന്ത് കണ്ടിട്ടില്ല? ഈ പറഞ്ഞ ജസ്റ്റിഫൈ കണ്ടിട്ടുണ്ടോ? അപ്പൊ ടാബ് അലൈൻമെന്റിനകത്ത് വരുന്നത് ടാബ്, ഞാൻ ഈ റൗണ്ട് ചെയ്തിട്ടിരിക്കുന്നത് ടാബ് അലൈൻമെന്റ് ആണ്. ഏതൊക്കെ? ലെഫ്റ്റ്, സെന്റർ, റൈറ്റ്, ഡെസിമല്, ബാർ. ലെഫ്റ്റ്, സെന്റർ, റൈറ്റ്, ഡെസിമല്, ബാർ. പാരഗ്രാഫ് അലൈൻമെന്റ് ആണ് ലെഫ്റ്റ്, സെന്റേർഡ്, റൈറ്റ്, ജസ്റ്റിഫൈഡ്. ലെഫ്റ്റ്, സെന്റേർഡ്, റൈറ്റ്, ജസ്റ്റിഫൈഡ്. ഇവിടെ നിങ്ങൾ നോക്കണം, ടാബ് ആണോ പാരഗ്രാഫ് ആണോ? കോമൺ ആയിട്ടും ഇവിടെ രണ്ടിടത്തും അലൈൻമെന്റ് ആണ്. പക്ഷെ എന്തല്ല, ഇവിടെ ടാബ് അലൈൻമെന്റും ഇവിടെ ഈ പറയുന്ന പാരഗ്രാഫ് അലൈൻമെന്റും എന്ന രീതിയിലുള്ള വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് പ്രാക്ടിക്കലി നോക്കിയിട്ട് വരാം.
ഇപ്പൊ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ പാരഗ്രാഫ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. പാരഗ്രാഫ് ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ അലൈൻമെന്റിലേക്ക് പോയി. പാരഗ്രാഫിൽ അലൈൻമെന്റിലേക്ക് പോയപ്പോ അതാ കണ്ടോ, അലൈൻ ടെക്സ്റ്റ് ലെഫ്റ്റ്, അലൈൻ ടെക്സ്റ്റ് ഇൻ സെന്റർ, അലൈൻ ടെക്സ്റ്റ് റൈറ്റ്, അലൈൻ ടെക്സ്റ്റ് ജസ്റ്റിഫൈ. കണ്ടല്ലോ, ഈ 4 ഓപ്ഷനിലേ ഉള്ളൂ. ഈ 4 ഓപ്ഷനിൽ ഞാൻ സെന്ററിലേക്ക് പ്രസ് ചെയ്താൽ കണ്ടോ, റൈറ്റിലേക്ക് പ്രസ് ചെയ്തു, കണ്ടോ ചേഞ്ച് വരുന്ന കണ്ടോ. ഇനി പാരഗ്രാഫ് ഓപ്ഷൻ എടുത്തതിന് ശേഷം അവിടെ നിന്ന് ഞാൻ ഗ്രൂപ്പ് ഡയലോഗ് ബോക്സ്, അതായത് ഡയലോഗ് ബോക്സ് ലോഞ്ചർ ഓപ്പൺ ചെയ്തിട്ട് ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുന്നതാണ് ഏത്, ടാബ് അലൈൻമെന്റ്, ലെഫ്റ്റ്, സെന്റർ, റൈറ്റ്, ഡെസിമല്, ബാർ. അതിനകത്ത് സെന്റർ ആണ് പ്രസ് ചെയ്യുന്നത്. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ടാബ്, ഇവിടെയും ചേഞ്ച് വരുത്തിയാലേ അത് ഓപ്പൺ ആവുകയുള്ളൂ കേട്ടോ. അങ്ങനെയാണ് ആ ടാബിന്റെ അലൈൻമെന്റ് വരുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. 7ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എസെൻഷ്യൽ കമ്പോണന്റ് ടു പെർഫോം എ മെയിൽ മെർജ് ഓപ്ഷൻ? താഴെ തന്നിരിക്കുന്നവയിൽ മെയിൽ മെർജ് ഓപ്ഷനിൽ ഏറ്റവും അത്യാവശ്യ ഘടകമല്ലാത്തത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എസെൻഷ്യൽ കമ്പോണന്റ് അല്ലാത്തത്, നോട്ട് കേട്ടോ, എസെൻഷ്യൽ കമ്പോണന്റ് ടു പെർഫോം എ മെയിൽ മെർജ് ഓപ്ഷൻ. ഓപ്ഷൻ എ മെയിൻ ഡോക്യുമെന്റ്, ഓപ്ഷൻ ബി ഡേറ്റാ സോഴ്സ്, ഓപ്ഷൻ സി മെർജ് ഫീൽഡ്, ഓപ്ഷൻ ഡി വേഡ് ഫീൽഡ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ ഡി ആണ്, വേഡ് ഫീൽഡ് ആണ്. ഇതാണ് നമുക്ക് എസെൻഷ്യൽ അല്ലാത്തത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന എയും ബിയും സിയും നമുക്ക് ഏറ്റവും മെയിൽ മെർജിങ്ങിൽ എസെൻഷ്യൽ ആയിട്ട് വേണ്ട ഒരു ഘടകമാണ്. നോക്കിയേ, ദ കമ്പോണന്റ് ദാറ്റ് ഈസ് നോട്ട് എസെൻഷ്യൽ ടു പെർഫോം എ മെയിൽ മെർജ് ഓപ്പറേഷൻ ഈസ് വേഡ് ഫീൽഡ് ഓർ ഇൻ സം കോണ്ടെക്സ്റ്റ് ദ ഗ്രീറ്റിംഗ് ലൈൻ ഓർ പോസ്റ്റർ ഇമേജ്. ഈ തന്നിരിക്കുന്ന ഒന്നും അത്ര എസെൻഷ്യൽ ആയിട്ട് നമുക്ക് ഈ പറയുന്ന മെയിൽ മെർജിൽ വേണ്ടവ അല്ല. എന്നാൽ എ മെയിൽ മെർജ് ഓപ്ഷൻ ഫണ്ടമെന്റലി റിക്വയർസ് 3 കോർ എലമെന്റ്സ് ടു ഫങ്ഷൻ. അതായത് ഒരു മെയിൽ മെർജ് ഓപ്ഷൻ പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അവിടെ വേണ്ട കോർ എലമെന്റ്സ് ഏതൊക്കെയാണ്? 3 എണ്ണമാണ്. ഏതൊക്കെയാ? മെയിൻ ഡോക്യുമെന്റ്, ഡേറ്റാ സോഴ്സ്, മെർജ് ഫീൽഡ്. മെയിൻ ഡോക്യുമെന്റ്, ഡേറ്റാ സോഴ്സ്, മെർജ് ഫീൽഡ്. മക്കളെ, മെയിൽ മെർജ് എന്താണെന്ന് ഒരു ഉദ്യോഗാർത്ഥിക്ക് അറിയാമെങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാവൂ. മെയിൽ മെർജ് എന്താണെന്ന് അറിയാത്തവരൊന്ന് നോക്കിയേ. നമ്മുടെ ഈ ടാബുകളിൽ മെയിലിങ്സ് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. ആ ടാബ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കറിയാം മെയിൽ മെർജ് എന്നാൽ ദ എബിലിറ്റി ടു കമ്പൈൻ നെയിംസ് ആൻഡ് അഡ്രസ് വിത്ത് എ സ്റ്റാൻഡേർഡ് ഡോക്യുമെന്റ് ഈസ് കാൾഡ് മെയിൽ മെർജ്. അതായത് ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ഒരു തയ്യാറാക്കിയ ഡോക്യുമെന്റിനെ, ആ സെയിം ഡോക്യുമെന്റിനെ പല വ്യക്തികൾക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ അവരുടെ എല്ലാം അഡ്രസ്സുകൾ ആയിരിക്കണം അതിൽ വരേണ്ടത്. ഓരോ വ്യക്തികളുടെയും അഡ്രസ്സുകൾ, ഓരോ പേഴ്സൺസിന്റെയും അഡ്രസ്സുകൾ സെപ്പറേറ്റ് ടൈപ്പ് ചെയ്യുക എന്നത് ഒരിക്കലും നമുക്ക് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല. അല്ലെങ്കിൽ അതിന് ഒരുപാട് സമയം വേണം. പക്ഷെ ഈ മാറ്ററിനുള്ളിലേക്ക് എല്ലാ വ്യക്തികളുടെയും അഡ്രസ്സ് ഒന്നിച്ച് ചേർത്ത്, അതായത് എബിലിറ്റി ടു കമ്പൈൻ നെയിം ആൻഡ് അഡ്രസ് വിത്ത് എ സ്റ്റാൻഡേർഡ് ഡോക്യുമെന്റ് ഈസ് കാൾഡ് മെയിൽ മെർജ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന മെയിൻ ഡോക്യുമെന്റ് എസെൻഷ്യൽ ആണ്. ഡേറ്റാ സോഴ്സ്, അതായത് അവരുടെ എല്ലാം പേരും അഡ്രസ്സും അടങ്ങുന്ന ഭാഗം അത്യാവശ്യമാണ്. മെർജ് ഫീൽഡ് അത്യാവശ്യമാണ്. മെയിൻ ഡോക്യുമെന്റ്, ദിസ് ഈസ് ദ ടെംപ്ലേറ്റ് കണ്ടെയ്നിങ് ദ സ്റ്റാറ്റിക് ടെക്സ്റ്റ് ദാറ്റ് റിമെയിൻ ദ സെയിം ഫോർ ഓൾ റെസിപ്പിയൻസ്. അതായത് ഏതൊക്കെ വ്യക്തികൾക്കാണോ അയക്കേണ്ടത് അതാണ്. ഡേറ്റാ സോഴ്സ്, എ ഫീൽഡ് ലൈക്ക് എക്സൽ സ്പ്രെഡ്ഷീറ്റ് ഓർ ഡേറ്റാ ബേസ് കണ്ടെയ്നിങ് ദ വേരിയബിൾ ഇൻഫർമേഷൻ സച്ച് ആസ് നെയിംസ് ആൻഡ് അഡ്രസ്. മെയിലിംഗ് ലിസ്റ്റ് ഈസ് നോൺ ആസ് ഡേറ്റാ സോഴ്സ്. ആ മെയിലിംഗ് ലിസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഡേറ്റാ സോഴ്സ് ആണ്. ഇവിടെ തന്നിരിക്കുന്നതിൻ്റെ കൂടെ ഈ ഡേറ്റാ സോഴ്സും പറഞ്ഞു കഴിഞ്ഞാൽ അതും ശരിയാണെന്ന കാര്യം നിങ്ങൾ ഓർക്കണം. ഓക്കെ ആണല്ലോ? മെർജ് ഫീൽഡ് കാണുന്നുണ്ടല്ലോ? യെസ്. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ കീവേഡുകളാണ്. അഡീഷണൽ ഞാൻ കുറെ ഡേറ്റാസ് കൂടെ എൻട്രി ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതിനെയാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസോട് കൂടി പഠിച്ചു വെക്കേണ്ടത്. ഇനിയും വരുന്ന സാധ്യതകൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ്. പിന്നെ ഓരോന്നും എന്താണ് എന്ന് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഒന്ന് വായിക്കാനാണ് അഡീഷണൽ ഇൻഫർമേഷൻസിനെ ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പം മെയിൽ മെർജ് എന്താണെന്ന് പറഞ്ഞു. ഒരു തയ്യാറാക്കിയ ഡോക്യുമെന്റിനെ ഒന്നിലധികം വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട്, അത് പ്രിന്റ് ഔട്ട് എടുക്കുന്നതിനാവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, അതായത് സോഫ്റ്റ് കോപ്പി ആയിട്ട്
മീൻസ് അത് മെയിലായിട്ട് അയക്കുന്നതിന് വേണ്ടി ആവട്ടെ, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഓരോ വ്യക്തികളുടെയും പ്രത്യേകം, അതായത് ഫ്രമിലും ടൂവിലും, അതായത് ടൂവിൽ ആ വ്യക്തിയുടെ പേര് വരണം, ഫ്രം ചിലപ്പം ആ ഒരു അതോറിറ്റിയുടെ പേരായിരിക്കും, ആ രീതിയിൽ അതിനെ ഒന്ന് കമ്പൈൻ ചെയ്ത് തയ്യാറാക്കുന്നതിന് പറയുന്ന പേരാണ് മെയിൽ മെർജ്. എൻവലപ്പ്, ലേബൽസ്, സ്റ്റാർട്ട് മെയിൽ മെർജ്, ഇവിടെയൊക്കെയുള്ള ഈ പറയുന്ന ഗ്രൂപ്പുകളെല്ലാം നിങ്ങളൊന്ന് നോക്കി വെച്ചിരിക്കണം കേട്ടോ. അവിടെ നിന്നൊക്കെ ചോദ്യം വരും. നമുക്കിപ്പോൾ പരിമിതമായ സമയമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ഫാക്ട്സ് മാത്രം പറഞ്ഞു പോകുന്നത്. ഇനി ഇൻ വേഡ് 2007 മെയിൽ മെർജ് ഹെൽപ്പ് ആസ് ടു, എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൽ മെർജ് എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റിയിലൂടെ നമുക്ക് സഹായകരമാവുന്നത്? സെൻഡ് ലെറ്റേഴ്സ് ടു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതായത് ഒരുപാട് ആളുകൾക്ക് വേണ്ടി നമുക്ക് ഒരു ലെറ്റർ സെൻഡ് ചെയ്യാൻ സാധിക്കുന്നു. സെൻഡ് ഇമെയിൽ മെസ്സേജ് ടു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. നെക്സ്റ്റ് പ്രിന്റ് അഡ്രസ്ഡ് എൻവലപ്സ് ഫോർ എ ഗ്രൂപ്പ് ഓഫ് മെയിലിങ്സ്, അതായത് ഒരുപാട് വ്യക്തികളുടെ എൻവലപ്പുകൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? എളുപ്പത്തിൽ മെയിൽ മെർജിലൂടെ പ്രിന്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. പ്രിന്റ് അഡ്രസ്സസ് ലേബൽ ഫോർ ഗ്രൂപ്പ് ഓഫ് മെയിലിങ്സ്, അതായത് ഒരുപാട് പേർക്ക് അയക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ അഡ്രസ്സുകളെ നമുക്ക് ലേബൽ ചെയ്ത് പ്രിന്റ് എടുക്കാൻ സാധിക്കുന്നു. ക്രിയേറ്റ് എ സിംഗിൾ ഡോക്യുമെന്റ് കണ്ടെയ്നിങ് എ കാറ്റലോഗ് ഓർ പ്രിന്റഡ് ലിസ്റ്റ് ഓഫ് അഡ്രസ്, അതായത് ഒരു സിംഗിൾ ഡോക്യുമെന്റ് നമുക്കൊരു കാറ്റലോഗ് ആയിട്ടോ പ്രിന്റഡ് ലിസ്റ്റ് ഓഫ് അഡ്രസ് ആയിട്ടോ നമുക്ക് മെയിൽ മെർജിലൂടെ പെട്ടെന്ന് പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം, നിർബന്ധമായും പഠിച്ചു വെച്ചിരിക്കണം. ഇതിനകത്ത് ചില പോയിന്റുകളൊന്നും നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്നില്ല എന്ന് തോന്നും. ആ തോന്നലുകളാണ് PSCയുടെ സ്റ്റേറ്റ്മെന്റുകളിൽ നമുക്ക് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടെത്താൻ പറ്റാതെ പോകുന്നത്. അതുകൊണ്ട് നിർബന്ധമാണ് ഈ പറയുന്ന പോയിന്റുകൾ മെയിൽ മെർജിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഒരു ഡേറ്റയെ ഒന്നിലധികം വ്യക്തികൾക്ക് എളുപ്പത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ് ഇത് ഈ പറയുന്ന മെയിൽ മെർജ്. നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. വിച്ച് ഫീച്ചർ ഹെൽപ്പ് യു ടു ഇൻസർട്ട് കണ്ടന്റ്സ് ഓഫ് ക്ലിപ്ബോർഡ് ആസ് ടെക്സ്റ്റ് വിത്തൗട്ട് എനി ഫോർമാറ്റിംഗ്? ഒരു ഫോർമാറ്റും വരുത്താതെ ആ ടെക്സ്റ്റിനെ അതുപോലെ നമ്മൾ എത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. വിച്ച് ഫീച്ചർ, ഏത് ഫീച്ചർ ആണ് എന്നാ ചോദിച്ചേക്കുന്നത്. ഹെൽപ്സ് യു ടു ഇൻസർട്ട് ദ കണ്ടന്റ്സ് ഓഫ് ദി ക്ലിപ്പ് ബോർഡ് ആസ് ടെക്സ്റ്റ് വിത്തൗട്ട് എനി ഫോർമാറ്റിംഗ്. ഓപ്ഷൻസ് നോക്കാം. പേസ്റ്റ് സ്പെഷ്യൽ, ഫോർമാറ്റ് പെയിന്റർ, പേജ് സെറ്റപ്പ്, സ്റ്റൈൽസ്. അതായത് ഒരു ചേഞ്ച് വരുത്താതെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നത്, എത്തിക്കുന്നത്. ഏതാ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്? പേസ്റ്റ് സ്പെഷ്യൽ ആണ്. പേസ്റ്റ് സ്പെഷ്യൽ. പേസ്റ്റ് സ്പെഷ്യൽ ഓപ്ഷൻ എവിടെയാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. പേസ്റ്റ് സ്പെഷ്യൽ ഓപ്ഷൻ എവിടെയാണ് ഉള്ളതെന്ന് നോക്കാം. നോക്കിയേ, കണ്ടോ? പേസ്റ്റ് ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിൽ പേസ്റ്റ് സ്പെഷ്യൽ, ഇവിടെയാണ് നമ്മൾ ഈ പേസ്റ്റ് സ്പെഷ്യൽ എന്ത് ചെയ്യുന്നത്? ഒരു ഫോർമാറ്റും വരുത്താതെയാണ് നമ്മൾ. വിച്ച് ഫീച്ചർ ഹെൽപ്സ് ടു ഇൻസർട്ട് ദ കണ്ടന്റ് ഓഫ് ക്ലിപ്പ് ബോർഡ് ആസ് ടെക്സ്റ്റ് വിത്തൗട്ട് എനി ഫോർമാറ്റിംഗ്. ഒരു ഫോർമാറ്റും വരുത്താതെയാണ് നമ്മൾ അവിടേക്ക് എന്ത് ചെയ്യുന്നത്, എത്തിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഏതാണ്? പേസ്റ്റ് സ്പെഷ്യൽ. പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു ഫോർമാറ്റും വരത്തില്ല, അതിന്റെ ഏത് രീതിയിലാണോ അതുള്ളത് അതിനെ അതുപോലെ അങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്. ഇനി ഫോർമാറ്റ് പെയിന്റർ എന്ന് പറഞ്ഞാലോ, എന്നാൽ അതിനുള്ള വ്യത്യാസം അതൊന്നും നമുക്ക് നോക്കാം. പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഫോർമാറ്റിംഗ്, ഇൻസർട്ട് കണ്ടന്റ് വിത്തൗട്ട് ഫോർമാറ്റിംഗ്, ഒരു ഫോർമാറ്റിംഗ് വരുത്താതെയാണ് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത്. ആ കണ്ടന്റിനും ആ ഒരു ഡേറ്റയ്ക്കും വ്യത്യാസം വരുന്നില്ല. പക്ഷെ ഇവിടെയോ, ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ചേഞ്ച് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തു, അത് ഞാൻ ബോൾഡ് ആക്കി, അതിനെ ഞാൻ ഹൈലൈറ്റ് ചെയ്തു, അതിന്റെ കളറും ചേഞ്ച് ചെയ്തു. കളർ ചേഞ്ച് ആയില്ല, സോറി. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വേർഡാണ് സെലക്ട് ആവുന്നത്. അതൊക്കെ ചോദ്യമായിരുന്നു കേട്ടോ. ഞാനിവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ചോദ്യമാണ്. സെലക്ട് ചെയ്തു, ഞാൻ കളർ റെഡ് ആക്കി. ഇനി ഇതിനെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്താ ഡയഗ്രാംസ് എന്ന് പറയുന്നതിലേക്ക് എന്ത് ചെയ്യുന്നു, ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഫോർമാറ്റ് പെയിന്റർ, ക്ലിപ്പ് ബോർഡിലെ ഫോർമാറ്റ് പെയിന്റർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഡോക്യുമെന്റിലേക്ക് കൊണ്ടുവന്ന് അത് സെലക്ട് ചെയ്യുകയാണ്. ശ്രദ്ധിക്കണേ, കണ്ടോ? ഡോക്യുമെന്റ് സെലക്ട് ചെയ്തു, പക്ഷെ അത് ജസ്റ്റ് ഒന്ന് പാളിപ്പോയി. ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പം
അവിടെ ഉണ്ടായിരുന്ന ആ ടെക്സ്റ്റ് ഫോർമാറ്റ് ആണ് ഇങ്ങോട്ട് വന്നത്. അവിടെ എന്ത് ചെയ്തില്ല, ആ ഡോക്യുമെന്റ് മാറിയിട്ട് ചേഞ്ച് ആയില്ല. അതാണ് എന്തിന്റെ പ്രത്യേകത, ഫോർമാറ്റ് പെയിന്ററിന്റെ. അവിടെ എന്താണ്, അത് മൊത്തത്തിൽ ആ ഒരു ഫോർമാറ്റ് ആണ് അങ്ങോട്ട് വന്നത്. എന്നാൽ പേസ്റ്റ് സ്പെഷ്യൽ എന്താ സംഭവിക്കുന്നത്, പേസ്റ്റ് സ്പെഷ്യലില് വിത്തൗട്ട് ഫോർമാറ്റിംഗ് ഒന്നുമില്ലാതെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ഞാൻ അവിടെ ലൈവ് കാണിച്ചതാണ്. എന്താണ് ദ ഫീച്ചർ ദാറ്റ് ഹെൽപ്സ് യു ടു ഇൻസർട്ട് ദ contents of the clipboard as without any formatting, paste special. When using this feature, you specifically select the option to paste as uniformity text or plain text. ആ ഒരു യൂണിഫോമിറ്റി കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പേസ്റ്റ് സ്പെഷ്യൽ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. പ്രസ് കൺട്രോൾ ഓൾട്ട് പ്ലസ് വി, ഇതാണ് ഷോർട്ട് കട്ട് കീ. പേസ്റ്റ് സ്പെഷ്യലിന്റെ ഷോർട്ട് കട്ട് കീ എന്താണ്, press Ctrl plus Alt plus V or navigate to Home tab ribbon to find the paste special. നമുക്ക് ഒന്നെങ്കിൽ ഈ ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഞാൻ നേരത്തെ ചെയ്തതുപോലെ പേസ്റ്റ് ക്ലിപ്പ് ഇവിടെ ക്ലിപ്പ് ബോർഡ് ഒന്നുണ്ട് കേട്ടോ, ക്ലിപ്പ് ബോർഡ് ഒന്ന് ഇതിന്റെ ബാക്കിലുണ്ട്, അവിടെ നിന്ന് എന്താണ് പേസ്റ്റ് സ്പെഷ്യൽ സെലക്ട് ചെയ്താൽ മതിയാവും. 9ാമത്തെ ചോദ്യം, സ്വിച്ചിങ് ബിറ്റ്വീൻ പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് മോഡ് ഇൻവോൾവ്സ് ദി. പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ് മോഡുകൾ എവിടെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്? ക്ലിയർ, പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ്. ഇതിനെ നമ്മൾ പേജ് ഓറിയന്റേഷൻ എന്നാണ് പറയുന്നത്. പേജ് ഓറിയന്റേഷൻ MS വേഡിലാണെങ്കിലും പവർ പോയിന്റിലാണെങ്കിലും പേജ് ഓറിയന്റേഷൻ. നോക്കിയേ, ഓപ്ഷൻ എ പ്രിന്റ് ലേഔട്ട് വ്യൂ, ഓപ്ഷൻ ബി ഹെഡർ ആൻഡ് ഫൂട്ടർ ടൂൾ ബാർ, ഓപ്ഷൻ സി പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ആൻസർ ഏതായിരിക്കും, എവിടെയായിരിക്കും പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന പേജ് ഓറിയന്റേഷൻ ഉണ്ടാവുക? പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സിലാണ്. പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സിലാണ്. കണ്ടോ, ഈ രീതിയിലായിരിക്കും പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ്. നോക്കിയേ, ഡിഫോൾട്ട് പേജ് ഓറിയന്റേഷൻ MS വേഡ് 2007 പോർട്രേറ്റ്. ഡിഫോൾട്ട് പേജ് ഓറിയന്റേഷൻ എങ്ങനെ ആയിരിക്കും? MS വേഡ് 2007 പോർട്രേറ്റ് ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ കണ്ടോ. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാലോ ഈ രൂപത്തിലായിരിക്കും. പറഞ്ഞുതരാം, ക്ലിയർ ആക്കി തരാം കേട്ടോ. ഓക്കെ, നാവിഗേറ്റ് ദ പേജ് ലേഔട്ട് ടാബ്. പേജ് ലേഔട്ട് ടാബിലേക്ക് എത്തുക. ഓൺ ദി റിബൺ ക്ലിക്ക് ദ ഓറിയന്റേഷൻ ബട്ടൺ ഇൻ ദി പേജ് സെറ്റപ്പ് ഗ്രൂപ്പ്. പേജ് സെറ്റപ്പ് ഗ്രൂപ്പിലെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേജ് സെറ്റപ്പ് ഗ്രൂപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആൻഡ് സെലക്ട് എയ്തർ പോർട്രേറ്റ് വെർട്ടിക്കൽ, കണ്ടോ വെർട്ടിക്കൽ അല്ലയോ, ലാൻഡ്സ്കേപ്പ് ഹൊറിസോണ്ടൽ അല്ലയോ. ഞാൻ ഈ ഹൈലൈറ്റ് വെച്ചിരിക്കുന്ന പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഗോ ടു ദി പേജ് ലേഔട്ട് ടാബ്. ഇങ്ങനെ കൊടുത്തിരിക്കുന്ന എന്താ, അതാണ്ട് ഞാൻ പേജ് ലേഔട്ട് ടാബിലേക്ക് പോയി. പേജ് സെറ്റപ്പ് ഗ്രൂപ്പ് എടുത്തു, കണ്ടോ പേജ് സെറ്റപ്പ് ഗ്രൂപ്പ്. ഓറിയന്റേഷൻ സെലക്ട് ചെയ്തു, പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ്. ഇവിടെ നിന്ന് എനിക്ക് ആക്സസ് ചെയ്യാം. ഇനി ഇങ്ങനെ അല്ലാതെ ഇതാ നോക്കിയേ, പേജ് സെറ്റപ്പ് ഗ്രൂപ്പ് ഡയലോഗ് ബോക്സ് ലോഞ്ചർ എടുത്തു കഴിഞ്ഞാൽ മാർജിൻസിൽ ഇതാ ഓറിയന്റേഷൻ, ഇതാ കണ്ടോ മൗസ് പോയിന്റർ വട്ടം ചുറ്റുന്ന ഈ ഒരു ഏരിയ. ഇങ്ങനെയും നമുക്ക് ഓറിയന്റേഷൻ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഗോ ടു ദി പേജ് ലേഔട്ട് ടാബ് ഓൺ ദി റിബൺ, ക്ലിക്ക് ഓറിയന്റേഷൻ കമാൻഡ്, ചൂസ് പോർട്രേറ്റ് ടാളർ ദാൻ ഇറ്റ്സ് വൈഡ് ഓർ ലാൻഡ്സ്കേപ്പ് വൈഡർ ദാൻ ഇറ്റ് ടാൾ. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നോക്കിയേ, ഇവിടെ ഞാൻ രണ്ട് രീതിയിലും എടുത്തതിനെ കാണിക്കുന്നുണ്ട്. പേജ് ലേഔട്ട് ടാബിൽ നിന്ന് ആക്സസ് ചെയ്തു, അതുപോലെ തന്നെ പേജ് സെറ്റപ്പ് ഗ്രൂപ്പ് ഡയലോഗ് ബോക്സ് അല്ലെങ്കിൽ ഡയലോഗ് ബോക്സ് ലോഞ്ചറിൽ നിന്ന് ഓറിയന്റേഷൻ ആക്സസ് ചെയ്യുന്നു. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക. എ ഡാഷ് ഈസ് എ കളക്ഷൻ ഓഫ് പ്രീ ഡിഫൈൻഡ് ഡിസൈൻ എലമെന്റ് ആൻഡ് കളർ സ്കീം. ഓപ്ഷൻ എ ഫീച്ചർ, ഓപ്ഷൻ ബി ഹൈപ്പർ ലിങ്ക്, ഓപ്ഷൻ സി പാലറ്റ്, ഓപ്ഷൻ ഡി തീം. നോക്കിയേ, ആൻസർ ചെയ്യണേ നിങ്ങൾ. സമയം കുറവാണ്, നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ തീർക്കണം. കാരണം ഇത്തരത്തിലുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടും വേണ്ടത്. നിങ്ങളത് നോക്കുക. അതായത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കുറച്ചുകൂടെ ഒരു പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ പഠിക്കുന്നു, എങ്ങനെയൊക്കെയോ മുന്നോട്ട് പോകുന്നു, പക്ഷെ പരീക്ഷ വരുമ്പം നമ്മൾ എഴുതുന്നു, മാർക്ക് കുറയുന്നു, വീണ്ടും അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ഈ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതാണോ വേണ്ടത്? വേണ്ട. നമുക്ക് എന്താണ്, ഇനി എഴുതുന്ന പരീക്ഷയ്ക്ക് ജോലി കിട്ടണം.
ഓപ്ഷൻ ഡി തീമാണ്. ഓപ്ഷൻ ഡി തീമാണ്. നോക്കിയേ എന്താ അവിടെ പറയുന്നത്, നിങ്ങൾ നോക്കിയേ പേജ് ലേഔട്ട് ടാബ്, അവിടെയാണ് തീംസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് ഉള്ളത്. നോക്കിയേ പേജ് ലേഔട്ട് ടാബ്, നമുക്ക് പ്രാക്ടിക്കലി ഒന്ന് നോക്കാം. പേജ് ലേഔട്ട് ടാബ് കണ്ടോ, പേജ് ലേഔട്ട് ടാബ് തീംസ് കണ്ടോ. ഇവിടെ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഏത് തീം വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാൻ ഓരോ തീം സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചേഞ്ച് വരുന്ന കണ്ടോ കണ്ടോ. യെസ്, ഇത്രയേ ഉള്ളൂ. കേട്ടല്ലോ. ഈ ഓരോ തീമിനും പേരുണ്ട്, അതും പഠിക്കണം. ഓഫീസ്, അപ്പെക്സ്, ആസ്പെക്സ്, സിവിക്സ്, കോൺകോഴ്സ്, ഇക്വിറ്റി, ഫ്ലോ, ഫൗണ്ടറി, മീഡിയൻ, മെട്രോ, മൊഡ്യൂൾ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാലും മതി കേട്ടോ. ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാലും മതി. കേട്ടല്ലോ. ഓക്കെ ആണല്ലോ. പേജ് ലേഔട്ട് ടാബിലാണ് തീംസ് എന്ന് പറയുന്നത് ഉള്ളത്. എന്താണ് തീംസ്? തീംസ് ഈസ് എ കളക്ഷൻ ഓഫ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങൾ എ തീം ഈസ് എ കളക്ഷൻ ഓഫ് പ്രീ ഡിഫൈൻഡ് ഡിസൈൻ എലമെന്റ് ആൻഡ് കളർ സ്കീം. കേട്ടല്ലോ. A collection of predefined design element, font and color scheme is most commonly known as theme or template. Go to the page layout tab on the ribbon. Click the themes button on the far left. A gallery of bullets in themes will drop down allowing you to preview and select color patterns, fonts and effects. നമുക്ക് ഇഷ്ടപ്പെട്ടതിനെ നമുക്ക് അവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും ഏരിയ പഠിച്ചപ്പോൾ ഏകദേശം ഒരു PSC പരീക്ഷയ്ക്ക് ചോദിച്ച 10 ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് നിങ്ങൾ പഠിച്ചത്. ഒരു തുടക്കക്കാരനായ ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടാവുന്ന ഒരു ആശങ്ക ഞാൻ ഇവിടെ അങ്ങ് പറയുക. അയ്യോ, ഇതിനകത്ത് ചില ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എനിക്ക് മനസ്സിലായില്ലല്ലോ, സാറ് പറഞ്ഞു തന്നത് എനിക്ക് അങ്ങോട്ട് കിട്ടിയില്ലല്ലോ എന്ന്. ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നമുക്ക് ആകെ കിട്ടിയ സമയം എന്ന് പറഞ്ഞാൽ വെറും 50 മിനിറ്റിനകത്താണ്. ഇവിടെ പരിചയപ്പെടുത്തിയ ചോദ്യങ്ങൾ പലതും അറിയില്ല, അയ്യോ ഇങ്ങനെ ചോദ്യങ്ങൾ വന്നോ എന്ന ആശങ്ക നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ കൃത്യമായിട്ടും ആ ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു ഏരിയയെ നിങ്ങൾ വീണ്ടും MS വേഡിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായി എടുത്തു വെച്ച് പഠിക്കുക. ഇങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് പരീക്ഷാ ഹാളിൽ കൺഫ്യൂഷൻ ഇല്ലാതെ ആൻസർ ചെയ്യാൻ പറ്റുക. നമുക്ക് പലപ്പോഴും അബദ്ധം പറ്റി കഴിയുമ്പോഴായിരിക്കും അയ്യോ അബദ്ധം പറ്റിയല്ലോ എന്ന് തോന്നുന്നത്. പക്ഷെ അതിനെ തിരുത്താനുള്ള സമയം പിന്നീട് നമുക്ക് ഒരുപാട് ദൂരമായിരിക്കും. ഇനി അടുത്തൊരു ടൈപ്പിസ്റ്റ് എക്സാം വിളിക്കാൻ കാത്തിരിക്കാൻ പറ്റത്തില്ല, കാരണം അടുത്ത 3 വർഷം കഴിയും. അടുത്തൊരു കമ്പ്യൂട്ടർ സയൻസ് എക്സാമിന് വേണ്ടി കാത്തിരിക്കാൻ പറ്റത്തില്ല, 3 വർഷം കഴിയും. ഇതൊരു അവസരമാണ്, ഇതൊരു ചാകരയാണ് നമുക്ക് വന്നിരിക്കുന്നത്. കാരണം നമ്മളൊന്ന് പഠിച്ചാൽ ഏതെങ്കിലും ഒരു ജോലി നമുക്ക് ഇങ്ങനെ പിടിച്ചെടുക്കാം. കാരണം അത്രയും എക്സാംസ് ആണ് ഇനി വരാൻ പോകുന്നത്. ഇപ്പൊ ടൈപ്പിസ്റ്റ്, അതുപോലെ തന്നെ ചെറിയ കമ്പനി ബോർഡ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, ഇനി പറയുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അങ്ങനെ നിരവധി, അതുപോലെ തന്നെ ട്രിബ്യൂണൽ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ എക്സാം വരുന്നുണ്ട്, യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് വരുന്നുണ്ട്, സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് വരുന്നുണ്ട്, PSC, അങ്ങനെ നിരവധിയായ എക്സാംസ് ഒന്നിച്ച് വരാനായിട്ട് പോകുന്ന ഒരു സമയമാണ്. അപ്പം ഇവിടെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുന്നത്. ഇനിയും ഇതുപോലുള്ള ചോദ്യങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോയിന്റും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു പോവുക. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് സ്പീഡായി പോയി എന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇനിയും ക്ലാസ്സുകൾ എടുക്കും. നിങ്ങളുടെ സംശയങ്ങൾ കമന്റായിട്ട് ചോദിച്ചാൽ കൃത്യമായിട്ടും അതിന്റെ എക്സ്പ്ലനേഷൻസ് നമ്മൾ തരും കേട്ടോ. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഒരു ഡൗട്ട് വരും. കാരണം ഞാനിവിടെ അങ്ങോട്ട് മാത്രമേ പറയുന്നുള്ളൂ, നിങ്ങൾക്ക് ഇങ്ങോട്ട് പറയാനുള്ള ഒരു സമയം ഇപ്പൊ നമുക്ക് ലൈവിൽ കിട്ടാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിച്ചാൽ അതിന്റെ എക്സ്പ്ലനേഷൻ ക്ലാരിറ്റിയോടുകൂടി തരുന്നതായിരിക്കും. ഇപ്പൊ ഉഷാറായിട്ട് പഠിക്കുക. നമുക്ക് ചെറിയ ഏരിയാസ് ആണ്, പക്ഷെ അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങളെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. പുതിയ രീതിയിൽ PSC ചോദിക്കുന്ന ചോദ്യ പാറ്റേണുകൾ അനുസരിച്ച് വീണ്ടും നമ്മുടെ പഠനം മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ക്ലാസ് ഇത്രയും കേട്ടിരുന്നവർക്ക് ഒരിക്കൽ കൂടി താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇനിയുള്ള സമയങ്ങളിൽ പുതിയ ക്ലാസ്സുകളുമായിട്ട് വരാം. നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത ഉദ്യോഗാർത്ഥികൾ വളരെ ഹാപ്പി ആയിട്ടാണ് പഠിച്ചു പോകുന്നത്. ക്ലാസ്സുകളൊക്കെ ഇനിയും അപ്ലോഡ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ അവർക്ക് പഠിച്ചു തീർക്കാനുള്ള സമയം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം ടേബിളിലൂടെ പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പം ടൈപ്പിസ്റ്റ് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഒരു നല്ല ഒരു പഠനം, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള പഠനം നല്ല രീതിയിലാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. ഓക്കെ.